ഹലോ ഫ്രണ്ട്സ്, ഓണപരീക്ഷയും കഴിഞ്ഞ് വെക്കേഷനും കഴിഞ്ഞ് വീണ്ടും ക്ലാസ്സും തുടങ്ങി. ഇനി മുതൽ ഞാൻ അങ്ങോട്ട് പഠിച്ച് മറിക്കാൻ പോവാണ്. ക്രിസ്മസ് എക്സാമിന് എല്ലാത്തിനെയും ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ സ്വന്തം കുറെ പാഴ് വാഗ്ദാനങ്ങൾ കൊടുത്ത് വീണ്ടും വീണ്ടും ഉഴപ്പിലേക്ക് പോകുന്നവരാണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾ ഒന്ന് കേട്ടോ, നിങ്ങൾ സ്വയം തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എടാ, ഇത്രയുമായിട്ടും നിങ്ങൾ എത്ര ലൈഫിൽ ഏതൊക്കെ പീരീഡിൽ ഏതൊക്കെ സമയത്ത് ഇന്ന് നന്നാകും, നാളെ നന്നാകും, മറ്റന്നാൾ നന്നാകും, തിങ്കളാഴ്ച നന്നാകും, ന്യൂ ഇയർ ആണെങ്കിൽ 1-ാം തീയതി നന്നാകും, ഇങ്ങനെ സ്വന്തം കുറെ പാഴ് പ്രോമിസുകൾ, പാഴ് വാക്കുകൾ കൊടുത്ത് മടുത്തില്ലടാ. ഇനിയെങ്കിലും മടുത്തില്ലേ? ഇപ്പൊ ചിലപ്പം ഒരു വീഡിയോ മോട്ടിവേഷൻ കണ്ടു കഴിഞ്ഞാൽ അപ്പം ചേട്ടാ ഇന്ന് മുതൽ ഞാൻ പഠിക്കും, സാറേ നല്ല കിടിലം മോട്ടിവേഷൻ, ഇന്ന് ഞാൻ നന്നായി എന്നൊക്കെ പറഞ്ഞിട്ട് 2 ദിവസത്തേക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? ഇല്ല അല്ലേ? വീണ്ടും ഉഴപ്പിന്റെ പാതകൾ നിങ്ങളെ മാടി വിളിക്കുമ്പോൾ കൂളായിട്ട് അങ്ങ് കൂടെ പോകും അല്ലേ? ചിലർ വിചാരിക്കുന്നുണ്ടാവും, ചേട്ടാ ആനുവൽ എക്സാമിന് പഠിച്ചാൽ പോരെ, ഇപ്പോഴേ ഞാൻ പഠിക്കണോ, ഇപ്പൊ എന്റെ സ്കൂൾ ലൈഫ് അല്ലേ, അങ്ങ് എൻജോയ് ചെയ്യട്ടെ എന്ന്. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനിൽ നിന്നും എടുത്ത് ചാടാൻ പറഞ്ഞാൽ നിങ്ങൾ ചാടുവോ? കാരണം എന്താ ചേട്ടാ, അതിനൊരു പർപ്പസ് ഇല്ല, ഞാൻ എന്തിനാ ചാടുന്നേ അല്ലേ? എന്നാൽ അതേ ട്രെയിനിൽ നിന്നും ഫ്രണ്ടിൽ നിന്നൊരു തീ ഇങ്ങനെ കത്തി വരുന്ന കണ്ട നിങ്ങൾ ഒരു കൂസലും ഇല്ലാതെ ചാടും. എന്തുകൊണ്ടാ? ചാടിയില്ലെങ്കിൽ തീയപ്പെടുന്നത് നിങ്ങൾക്കറിയാം, അതുകൊണ്ട് അല്ലേ? എന്നിട്ടും നിങ്ങളുടെ ബോർഡ് എക്സാം എന്ന് പറയുന്ന തീ പതിയെ കത്തി വരുമ്പോ ഇപ്പോഴേ ചാടിയാൽ നിങ്ങൾ രക്ഷപ്പെടും. അല്ലാതെ അവസാനം ഓക്കെ തീ വരട്ടെ, തീ അപ്പുറത്തെ പോകി എത്തട്ടെ എന്നിട്ട് ചാടാന്ന് വിചാരിച്ചിരുന്നാൽ ചിലപ്പോ നിങ്ങൾ ആ തീ പെട്ടുപോകും മക്കളെ. സോ ആ ഒരു ചിന്ത നിങ്ങൾക്ക് വേണ്ട. അതുപോലെ ചില ആൾക്കാരുണ്ടാകും, ഇപ്പൊ പഠിക്കുന്നവരൊക്കെ പഠിപ്പികളല്ലേ, നമുക്കിതൊന്നും വേണ്ട. എടാ, റിസൾട്ട് വരുന്ന ദിവസം നിങ്ങൾ എഴുതി വെച്ചോ, നിങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിക്കുന്നത് നിങ്ങൾ ഈ പറഞ്ഞ പഠിപ്പികളായിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊരു പഠിപ്പിയാകണോ അതോ ഒരു ഫെയിലിയർ ആകണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അതുകൊണ്ട് നിങ്ങളൊരു കളിക്കണ്ട ലൈഫിൽ, സ്കൂൾ ലൈഫിൽ മെമ്മറി വേണ്ടെന്നല്ല, പക്ഷേ അത് മാത്രമായി പോവരുത്. നിങ്ങളുടെ ലൈഫിന്റെ പർപ്പസ് മറന്ന് കളിക്കരുത്. നിങ്ങൾ ഇടയ്ക്ക് നിങ്ങളുടെ അച്ഛനും അമ്മയെ പറ്റിയൊക്കെ ഒന്ന് ചിന്തിക്കുക. എത്രമാത്രം കഷ്ടപ്പെട്ടായിരിക്കും അവരെ നിങ്ങൾ എന്ത് ചോദിച്ചാലും അവർ തരാതിരുന്നിട്ടുള്ളത്. എന്ത് ചോദിച്ചാലാ? നിങ്ങൾക്ക് ഇനി ടൂർ പോകണമെങ്കിൽ അതിന് പൈസ വേണം, നിങ്ങൾക്ക് സാധനം മേടിക്കണമെങ്കിൽ, നിങ്ങൾ സ്കൂൾ മേടിക്കണമെങ്കിൽ അത് വേണമെങ്കിൽ, ഇത് വേണമെങ്കിൽ, പഠിക്കണമെങ്കിൽ, എഡ്യൂക്കേഷൻ എടുക്കണമെങ്കിൽ, എന്തിനും പൈസ പ്രൊവൈഡ് ചെയ്യുന്ന അവരോട് അല്പമെങ്കിലും തിരിച്ചൊരു നന്ദി കാണിക്കാൻ, അല്ലെങ്കിൽ അല്പമെങ്കിലും നിങ്ങൾക്ക് തിരിച്ചൊരു സന്തോഷം, ഒരു പുഞ്ചിരി കൊടുക്കാൻ ഒരവസരം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാർക്കാണ്. അത് നിങ്ങളുടെ മാർക്ക് മാത്രമാണ്. കാരണം അവരിപ്പോൾ നിങ്ങളിൽ നിന്ന് മറ്റൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. സോ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്, തിരിച്ചു കൊടുക്കാൻ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. പണമായിട്ടൊന്നും വേണ്ട അവർക്ക്. ക്ലിയർ അല്ലേ? സോ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അടുത്ത പരീക്ഷയ്ക്ക് നല്ല മാർക്ക് അങ്ങ് മേടിച്ചു കൊടുത്താൽ മതി. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും എന്നിട്ടും നിങ്ങൾക്ക് വീണ്ടും കളിക്കാനാണ് തോന്നുന്നതെങ്കിൽ, വീണ്ടും ഇൻസ്റ്റയിൽ കയറി സ്ക്രോൾ ആനാണ് തോന്നുന്നതെങ്കിൽ, വീണ്ടും നിങ്ങൾക്ക് വല്ല പബ്ജിയോ വല്ല ഗെയിമുകളോ കളിക്കാനാണ് തോന്നുന്നതെങ്കിൽ എനിക്കൊന്നും പറയാനില്ല മക്കളെ. നിങ്ങൾ ജീവിക്കുന്ന മോട്ടിവേഷൻ നിങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അടുക്കളയിലേക്ക് പോകും, നിങ്ങൾക്ക് നിങ്ങളുടെ അവിടെ അമ്മയോ ഉമ്മയോ ഒക്കെ കാണാൻ പറ്റും അല്ലേ? അവരെന്താ ചെയ്യുന്നേ നോക്ക്. നിങ്ങൾക്ക് നല്ലത് ഭക്ഷണം കഴിച്ചോട്ടെ, നല്ല ഫുഡ് കഴിച്ചോട്ടെ എൻ്റെ മക്കള് അല്ലേ? ഒരു വിഷമോ കെമിക്കലോ ഒന്നും വേണ്ട, പച്ചക്കറിയൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി അരിഞ്ഞരിഞ്ഞ് തരുന്നുണ്ടല്ലോടാ എല്ലാവർക്കും. എന്നിട്ട് നിങ്ങൾ അവരുടെ മുമ്പിൽ കൂടെ ചിരിച്ചുകൊണ്ട് അവരെ പറ്റിച്ചുകൊണ്ടിരിക്കാനാണ് ഇനിയെങ്കിലും ഭാവമെങ്കിൽ നിങ്ങൾ തുടർന്നോ. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ എനിക്ക് അന്ന് കുറച്ചുകൂടി പഠിച്ചാൽ മതിയായിരുന്നു, കുറച്ചുകൂടി ഒന്ന് സെറ്റാക്കിയിരുന്നെങ്കിൽ എൻ്റെ വീട്ടുകാർ ബാക്കിയുള്ളവരുടെ മുമ്പിൽ അപമാനിതരാവാതെ അഭിമാനത്തോടെ ഇവൻ എൻ്റെ മകനാ, ഇവൻ എൻ്റെ മകളാ എന്ന് പറയുന്നത് കാണായിരുന്നു എന്ന സന്തോഷത്തോടെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും. ഇതൊരു മോട്ടിവേഷൻ അല്ല. നിങ്ങൾക്കിത് മോട്ടിവേഷനായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് 2 ദിവസമേ നിൽക്കത്തുള്ളൂ. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ തീ വന്നു കഴിഞ്ഞാൽ ആ തീ അത് ജസ്റ്റ് ഒന്ന് ഊതുന്നേ ഞാനുള്ളൂ. അത് ആളിപ്പടർന്ന് കത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? പിന്നെ അങ്ങ് അടിച്ച് കയറിക്കോളും. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള അടുത്ത സ്റ്റഡി ചലഞ്ച്, അതുപോലെ നിങ്ങൾക്ക് ടൈം ടേബിൾ വേണമെങ്കിൽ അത് എന്തും പ്രൊവൈഡ് ചെയ്യാൻ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. സോ എന്ത് ചെയ്യുക? നിങ്ങൾ മുന്നോട്ട് അടിച്ചു പൊളിച്ച് പഠിക്കുക ഇനിയെങ്കിലും. ഓക്കെ, ബൈ.